Hello guys, welcome to market analysis video. So നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാനും അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ്, കഴിഞ്ഞ ട്രേഡിംഗ് സെക്ഷനിൽ മാർക്കറ്റ് ക്ലോസ് ആയത് എക്സാക്ട്ലി 200 EMA എന്നുള്ള ആ ഒരു ലെവലിൽ ആണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായത്. ഇന്നത്തെ ട്രേഡിങ്ങിൽ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 200 EMA കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മാർക്കറ്റിൽ മോർണിംഗിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ബൈയിങ് സൈഡ് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എക്സാക്ട്ലി ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗ് തന്നിട്ട് എക്സാക്ട്ലി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ലെവൽ ഉണ്ടായിരുന്നു 23,350. നിങ്ങൾ വീഡിയോ കാണുക. പ്രീവിയസ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ വന്ന ഒരു ഏരിയ ആണ്. അവിടെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് കിട്ടുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി നമുക്ക് മോർണിംഗിൽ ഒരു അതായത് മാർക്കറ്റ് ഫസ്റ്റ് സെല്ലിങ് വന്നു, പിന്നെ ചെറിയൊരു റിവേഴ്സിൽ കാണിച്ചു, അവിടുന്ന് വീണ്ടും സെല്ലിങ് വന്നിട്ട് നമ്മൾ പറഞ്ഞ അതേ ലെവലിൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഹയർ ലെവലിൽ പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് രണ്ടാമത്തെ ഒരു ചെറിയൊരു സെല്ലിങ്ങിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ബൈയിങ് നോക്കുകയാണ് മോർണിംഗിൽ. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം സെല്ലിംഗ് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിവേ മാർക്കറ്റ് ഇന്നും ക്ലോസ് ആയിട്ടുള്ളത് ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 ഡേയ്സിൽ മാർക്കറ്റ് ലോവർ, അതായത് പ്രീവിയസ് ഡേനേക്കാളും താഴെയാണ് കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻ നമുക്ക് ക്ലോസിംഗ് തന്നിട്ടുള്ളത്. എനിവേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 23,450 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയത് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വീക്ക് ആയിട്ടുള്ള ക്യാൻഡിലാണ്. ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ തന്നെയാണ് 2 ദിവസം ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. പക്ഷെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടും റെഡ് ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇന്നത്തെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം FIA ഇന്നും സെല്ലിങ്ങിലാണ്. അവർ സെല് ചെയ്തിട്ടുണ്ട്. അതുപോലെ DIA കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം FIA സെല്ലിനേക്കാളും DIA വാങ്ങുന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഒരു റിക്കവറി ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിവേഴ്സ്, അതായത് ഇപ്പം 23,350 എന്നുള്ള ആ ലെവലും കൂടി മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിൽ 23,000 അല്ലെങ്കിൽ 22,800 വരെ മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മളത് വീക്ക്ലി അനാലിസിസ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. എനിവേ നോക്കാം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട നാളത്തേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ പ്രീവിയസ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ബൈയിൽ പോയ ഒരു ഏരിയ ആണ്. സോ മാർക്കറ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് സെല്ലിംഗിൽ വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പോസിബിൾ ആണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എക്സാക്ട്ലി ഇന്ന് അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിരുന്നു. ഇനി നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കഴിഞ്ഞ ഒരു 7 ഡേയ്സ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ ഒരു ഡെയിലി ക്യാൻഡിലാണ്. എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ആവുന്ന വെച്ചാൽ ഇപ്പൊ ഈ ഫസ്റ്റ് ഡേ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ആയത്, സെക്കൻഡ് ഡേ അതിന്റെ താഴെ, തേർഡ് ഡേ ഇതിലൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും ഇത് ക്ലോസ് ആയിട്ടുള്ളത് പ്രീവിയസ് ഡേയുടെ ലോ ആയിട്ടാണ് ബ്രേക്ക്. സോ എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ആവുന്നുള്ളത് ഒരു പ്രീവിയസ് ഡേ റേഞ്ചിന്റെ താഴെ തന്നെയാണ്. സോ മാർക്കറ്റ് ഒരു നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത്തും, അതായത് ബയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത്തും മാർക്കറ്റിൽ നിഫ്റ്റി ഡെയിലി ക്യാൻഡിൽ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ട് വഴി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഷാർപ്പായിട്ടുള്ള 2 സെല്ലിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒരു റിക്കവറി ക്യാൻഡിൽ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് മുമ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കാണാം ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിക്കവറി ആയിട്ടുണ്ട്. സോ ഇവിടെയും ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇവിടെയും സെല്ലിങ്, പക്ഷെ ഇത്രയും നല്ല 2 സ്ട്രോങ് സെല്ലിങ് കഴിഞ്ഞിട്ടും ഒരു റിക്കവറി ക്യാൻഡിൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയും ചെറിയ ഒരു വീക്ക് ആയിട്ടുള്ള 2 ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 50,000 തന്നെയാണ്. അതും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ
മാർക്കറ്റ് ഇനി അടുത്തത് 49,600 വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. സോ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട മാർക്കറ്റ് ഇപ്പം ബെയറിഷ് ആണ്. സോ ഞാനിപ്പം ബൈയിങ് സൈഡേക്ക് ട്രേഡ് പറയുകയാണെങ്കിൽ അതൊരു സ്മോൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അല്ലാതെ ഒരു ലോങ് അല്ലെങ്കിൽ കുറെ സമയം ഒരു ട്രേഡ് എൻട്രി ചെയ്ത് പിന്നെയും അതിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 30 പോയിന്റ് 50 പോയിന്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് അപ്പൊ അവിടെ നിന്ന് എക്സിറ്റ് ആണ്. കാരണം നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ട്രേഡ് എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ കണ്ടീഷൻ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 50,500 ആണ് മാർക്കറ്റിലെ ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വേണമെങ്കിൽ വരക്കാം. സോ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുക്കാം. സോ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് റിക്കവറി ആവുന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്രോബബ്ലി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിട്ട് മാർക്കറ്റിലേക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബൈയിങ്ങിലേക്ക് ഒരു റിക്കവറി തരുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാൻ പറ്റും. സോ അതാണ് സെല്ലിംഗ് സൈഡ് നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ളത്. ഇനി മാർക്കറ്റ് ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിലേക്ക് വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ടാർജറ്റ്, അതായത് ഈ ഒരു ലെവൽ വരെ നമുക്ക് ടാർജറ്റ് വെച്ചിട്ട് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ്. ബൈയിങ് സൈഡ് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ മാത്രം എടുത്ത് ട്രേഡ് ചെയ്യുക. കാരണം ബൈയിങ് സൈഡ് നമ്മുടെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൺഫർമേഷൻ ഉണ്ട്. അതായത് നല്ല സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ബൈയിങ് സൈഡ് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതുപോലെ മോർണിംഗിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇന്നും നാളെയും വേണമെങ്കിൽ ബൈയിങ് സൈഡ് നിഫ്റ്റിയിൽ നോക്കാം. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിലേക്കൊന്നും മാർക്കറ്റ് വീണ്ടും വരാതെ റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ബൈയിങ് സൈഡ് നോക്കാം. ചെറിയ ട്രേഡ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഈ ലെവലിലേക്ക്, അതായത് 23,350 ഇവിടുന്ന് മാർക്കറ്റ് റിക്കവറി ആവുന്നില്ല, ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നാളെ പോസിബിൾ ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് രണ്ടുമാണ് നാളത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡും എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ നിങ്ങൾ നാളത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ കൂടി മനസ്സിലാക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഒരു ട്രേഡ് പറഞ്ഞതുകൊണ്ട് ഇത് മാത്രം നാളെ സംഭവിക്കുന്നില്ല, ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. മാർക്കറ്റിലെ എല്ലാവരും പോസിബിൾ ആയിട്ടുള്ള മാത്രം കാണുക, എന്നിട്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സെല്ലിംഗ് സൈഡ് വന്നിട്ട് കൺഫർമേഷൻ വന്ന് ഇവിടുന്ന് വീണ്ടും റീട്രസ്റ്റ് തന്ന് ഈ ഒരു ലെവൽ നമ്മൾ ഇന്നലെ വരച്ചതാണ് ഇമ്പോർട്ടന്റ് ആയ ലെവലിൽ നിന്ന് ഇവിടുന്ന് റിവേഴ്സ് ഇട്ടാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ല സെക്കൻഡ് ഹാൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു 12 മണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് കിട്ടാനുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. എക്സാക്ട്ലി നമുക്ക് ഇന്നത്തെ അങ്ങനെയാണ് മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.